ഹായ് ഫ്രണ്ട്സ്, ഇക്വേഷൻസ് അക്കാദമിയുടെ ഹയർ സെക്കൻഡറി +1 മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 മാത്സ് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 മാത്സ് എക്സാമിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നമ്മൾ അതിലെ കോൺസെപ്റ്റൊപ്പം പഠിച്ചു പോകും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആണ്, എയും ബിയും. അതിലെ ക്വസ്റ്റ്യൻ എ, ഇഫ് എ ഈക്വൽ ടു സെറ്റ് 2 3 4 5 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 4 5 6 7 ദെൻ റൈറ്റ്. അതിൽ വീണ്ടും രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ 1 എ യൂണിയൻ ബി, ക്വസ്റ്റ്യൻ 2 എ ഇൻ്റർസെക്ഷൻ ബി. ഇതിലെ ക്വസ്റ്റ്യൻ ബി, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ 2 less than x less than or equal to 4. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് ഇങ്ങനെ എന്താണ് സെറ്റ് എന്നുള്ളത് നമ്മളറിയണം. സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അങ്ങനെയാണ് സെറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്, കളക്ഷൻ ഓഫ് the first 5 letters of English alphabets, collection of all natural numbers less than 100. ഇങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് എന്ത് സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? 2 3 4 5. സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഇങ്ങനെ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്ത് എഴുതുക. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം. ഇങ്ങനെ എഴുതുന്നതിന് റോസ്റ്റർ ഫോം എന്ന് പറയും, അതല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയും. ഇങ്ങനെ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ചെയ്ത് നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ലിസ്റ്റ് ചെയ്ത് എഴുതുന്നതിന് റോസ്റ്റർ ഫോം എന്ന് പറയും. അപ്പോൾ എ ഈക്വൽ ടു 2 3 4 5 എന്ന് തന്നിട്ടുണ്ട്, ബി ഈക്വൽ ടു 4 5 6 7 എന്ന് തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് ദെൻ റൈറ്റ് ക്വസ്റ്റ്യൻ 1 എ യൂണിയൻ ബി. ഇങ്ങനെ എ ഇട്ടിട്ട് ഇങ്ങനെ യു എഴുതിയിട്ട് ബി ഇട്ട് കഴിഞ്ഞാൽ അത് വായിക്കുക എ യൂണിയൻ ബി എന്നാണ്. എന്താണ് എ യൂണിയൻ ബി? രണ്ട് സെറ്റ് തന്നിട്ട് യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എയിലും ബിയിലും മുഴുവനായിട്ടും ഉള്ള എലമെൻറ്റ്സിനെ ലിസ്റ്റ് എഴുതുക. അപ്പോൾ നോക്കി, എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു, ഇത് മുഴുവൻ എഴുതുക എല്ലാം 2 3 4 5 2 3 4 5. വീണ്ടും 4 5 ഇവിടെ ഉണ്ട്, അത് എഴുതണ്ട, റിപ്പീറ്റ് ചെയ്യണ്ട, റെപ്പറ്റീഷൻ്റെ ആവശ്യമില്ല, ബാക്കിയുള്ളത് എഴുതുക 6 7. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് സെറ്റ് 2 3 4 5 6 7. രണ്ട് സെറ്റിൻ്റെ യൂണിയൻ എന്ന് പറയുന്ന രണ്ടിലുമുള്ള എലമെൻറ്റ്സിനെ ഒരുമിച്ച് എഴുതുക, റിപ്പീറ്റ് ചെയ്യണ്ട. ക്ലിയർ ആയല്ലോ? ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി. ഈ യുവിനെ ഇങ്ങനെ തിരിച്ചിട്ട് എഴുതുന്നതിന് ഇത് വായിക്കുക ഇൻ്റർസെക്ഷൻ എന്നാണ്. അതിൻ്റെ മീനിങ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ്, എയിലുമുണ്ട് ബിയിലുമുണ്ട്, എ ആൻഡ് ബി, എയിലും ബിയിലും ഉള്ള കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് എന്ത്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ ഓർ ബി, എയിലും വേണം എയിലോ ബിയിലോ ഉള്ളത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? 4 5 ഇവിടെ ഉണ്ട്, ഇവിടെയും 4 5 ഉണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 4 5. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ഈക്വൽ ടു. ഇങ്ങനെ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയാം സെറ്റ് ബിൽഡർ ഫോം എന്നാണ്. സെറ്റിനെ രണ്ട് തരത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് ഇങ്ങനെ എഴുതുക, അതെന്താണ്? റോസ്റ്റർ ഫോം അതല്ലെങ്കിൽ ടാബുലർ ഫോം. രണ്ടാമത്തത് ഇതേപോലെ എഴുതുക, ഇതിന് എന്തെന്ന് പറയും? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. ഇത് വായിക്കുക സെറ്റ് എക്സ് സച്ച് ദാറ്റ്, ഇങ്ങനെ കോളൻ ഇട്ട് എഴുതുന്നത് സച്ച് ദാറ്റ് എക്സ്
ബിലോങ്സ് ടു ആർ. ഈ സിമ്പിൾ ബിലോങ്സ് ടു ആർ ബിലോങ്സ് ടു എന്നാണ്, അതായത് എലമെൻ്റ് ഓഫ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എ ഈക്വൽ ടു സെറ്റ് 2 3 4 5. നമുക്കറിയാം 2 ബിലോങ്സ് ടു എ. 2 എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എലമെൻ്റ് ഓഫ് എന്ത്, സെറ്റ് എയിലെ എലമെൻ്റ് ആണ് 2. അപ്പോൾ നമ്മൾ പറയും 2 ബിലോങ്സ് ടു, ആ സിമ്പിളാണ് ഇത്, ബിലോങ്സ് ടു, അതല്ലെങ്കിൽ എലമെൻ്റ് ഓഫ്. 3 ബിലോങ്സ് ടു എ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താ, എക്സ് ബിലോങ്സ് ടു, എക്സ് എന്ന് പറയുന്നത് ഈ സെറ്റിലെ എലമെൻറ്റ്സ് അതെന്താണ്, ബിലോങ്സ് ടു ആർ, ക്യാപിറ്റൽ ആർ. നമുക്കറിയാം ഇറ്റ് ഈസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് എന്ത്, ക്യാപിറ്റൽ ആർ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പറിൻ്റെ ഇറ്റ് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ് ആണ്. ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, എന്താണ്, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ആ എക്സ് എങ്ങനെയായിരിക്കണം, 2നും 4നും ഇടയ്ക്കുള്ളതായിരിക്കണം. വീണ്ടും ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട്. അതായത് ഇവിടെ 2നും 4നും ഇടയ്ക്കാണെങ്കിലും ഇവിടെ ഈക്വൽ ഇല്ലാത്തത് കൊണ്ട് 2 ഇൻക്ലൂഡഡ് അല്ല, 2ന് ശേഷമുള്ള നമ്പറേ വരുള്ളൂ. ഇവിടെ ഈക്വൽ ഉള്ളതുകൊണ്ട് 4 ഇൻക്ലൂഡഡ് ആണ്. അതാണ് വ്യത്യാസം. മനസ്സിലായല്ലോ? 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഒരു വര കണ്ടോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ 4 ഇൻക്ലൂഡഡ് ആണ്, 2 ഇൻക്ലൂഡഡ് അല്ല. ഇനി നമ്മൾ ഈ ഓപ്ഷനിൽ പോകണം. നോക്കിയേ, ഇവിടെ 2 സെറ്റ് ഇതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിനെ നമുക്ക് അങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതേപോലെ എഴുതാൻ പറ്റില്ലല്ലോ. നാച്ചുറൽ നമ്പറോ ഒക്കെ ആണെങ്കിൽ എങ്ങനെ എഴുതാം, ലിസ്റ്റ് ചെയ്തിട്ട് എഴുതാം. ഹോൾ നമ്പർ നാച്ചുറൽ നമ്പറൊക്കെ ആണെങ്കിൽ എഴുതാം. പക്ഷേ റിയൽ നമ്പറിനെ എഴുതാൻ പറ്റില്ല. എന്താ കാരണം, ഈ 2ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് 2.01 2.00 ചെറിയ ചെറിയ നമ്പേഴ്സ് വരും. അത് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്ന എല്ലാതും നമുക്ക് എങ്ങനെ പറ്റില്ല, ഇതേപോലെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓപ്ഷനിലോട്ട് പോകും. അപ്പോൾ റോസ്റ്റർ ഫോമിൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊന്നും ഈ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ഇതല്ല. മനസ്സിലായോ? കാരണം ഇങ്ങനെ ഇവിടെ 2.01 2.001 അങ്ങനെ ചെറിയ ചെറിയ നമ്പേഴ്സ് ഇഷ്ടമായി വരുന്നതുകൊണ്ട് നമുക്ക് പറ്റില്ല. ഇങ്ങനെയും ഇതുമല്ല, 3ഉം 4ഉം അല്ല. ഇനിയാണ് നോക്കേണ്ടത്. ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, ഇത് സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടോ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. അതായത് 2ഉം ഇൻക്ലൂഡഡ് ആണ്, 4ഉം ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ്, 2 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഈ 3 ഓപ്ഷനും ഇല്ല. അടുത്ത ഓപ്ഷൻ നോക്കാം. ഇവിടെ ലെഫ്റ്റിലെ ഒരു ബ്രാക്കറ്റ് ഇങ്ങനെയാണ്, റൈറ്റിൽ അത് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ റൈറ്റ് ക്ലോസ്ഡ് ആണ്, ലെഫ്റ്റ് ഇതിന് ഓപ്പൺ എന്ന് പറയാം. ഇതിൻ്റെ മീനിങ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ 2 ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ റൈറ്റ് സൈഡിൽ 4ൻ്റെ ഭാഗത്ത് എന്താണ്, ഇത് സ്ക്വയർ ബ്രാക്കറ്റാണ്, ക്ലോസ്ഡ് ആണ്. അപ്പോൾ 4 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷനല്ലേ ആൻസർ. അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ എന്താണ്, ഓപ്പൺ ഇൻ്റർവെൽ, ലെഫ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള ഈ ഇൻ്റർവെൽ 2 4, റൈറ്റ് ക്ലോസ്ഡും. ഇതാണ് എന്ത്, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 2 3 5 7, ബി ഈക്വൽ ടു സെറ്റ് 1 2 3 4 6 12. എന്താണ് കാണേണ്ടത്? ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. Question B, find A minus B, B minus A, and hence show that A intersection B union A minus B union B minus A is equal to A union B. 2 സെറ്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എ ഇൻ്റർസെക്ഷൻ ബി. നമുക്കറിയാം ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2 എയിലുണ്ട്, ബിയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ 2 എഴുതി. ഇനി 3 എയിലുണ്ട്, ബിയിലും ഉണ്ട്, അതും എഴുതി. വേറെ ഏതെങ്കിലും ഉണ്ടോ കോമൺ ആയിട്ട്? ഒന്നുമില്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 2 3 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി ക്വസ്റ്റ്യൻ ബിയിലോട്ട് പോവാം. ഫൈൻഡ് എ മൈനസ് ബി, ബി മൈനസ് എ, ആൻഡ് ഹെൻസ് ഷോ ദാറ്റ്. അപ്പോൾ ആദ്യം എ മൈനസ് ബി അറിയണം. എന്താണ് എ മൈനസ് ബി? ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ് എന്ന് പറയുന്നത്. നോക്കാം, എ മൈനസ് ബി എന്ന് പറയുന്നത് എലമെൻറ്റ്സ് വിച്ച് ആർ ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി.
എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായ എലമെൻറ്റ്സ്, അതാണ് എന്ത് എ മൈനസ് ബി എന്ന് പറയുന്നത്. നോക്കാം, 2ഉം 3ഉം ഒക്കെ എന്തിലുണ്ട്? എയിലും ബിയിലും ഉണ്ട് അല്ലേ? 5 എയിലുണ്ട് പക്ഷെ ബിയിലില്ല, 7 എയിലുണ്ട് ബിയിലില്ല. അപ്പോൾ എന്താണ് എ മൈനസ് ബി എന്ന് പറയുന്നത് സെറ്റ് 5, 7 ആണ്. അതേപോലെ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലുണ്ടാവണം, എയിലുണ്ടാവാൻ പാടില്ല. അത് ഏതൊക്കെയാണ്? 1 അല്ലേ? 1 എയിലില്ല, അപ്പോൾ 1 എഴുതി. 4 ബിയിലുണ്ട്, എയിലില്ല. പിന്നെ 6, 12. അപ്പോൾ ബി മൈനസ് എ എന്ന് പറയുന്നത് സെറ്റ് 1, 4, 6, 12 എന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. അതായത് എ ഇൻ്റർസെക്ഷൻ ബി, ഇതിൻ്റെയും 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 ഈ 3 സെറ്റിൻ്റെയും യൂണിയൻ എഴുതാം. അതെന്താണ്? ഇതെല്ലാതും കൂടി ലിസ്റ്റ് ചെയ്താൽ പോരെ? നേരത്തെ നമ്മൾ ചെയ്ത പോലെ എല്ലാ എലമെൻറ്റ്സും ഒരുമിച്ച് എഴുതാം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഇടുക. ഓക്കെ, ഇവിടെ 2, 3 ഉണ്ട്, ഇവിടെ 5, 7 ഉണ്ട്, ഇവിടെ 1, 4, 6, 12 ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഓർഡറിൽ എഴുതുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 12. അതാണ് എന്ത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തെന്ന്? എ യൂണിയൻ ബിയോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒന്ന് എ യൂണിയൻ ബി കണ്ടു നോക്കിയേ. എന്താണ് എ യൂണിയൻ ബി? ഇതാണ്. ഞാൻ എയും ബിയും വീണ്ടും ഇവിടെ എഴുതിയിട്ടില്ല, അത് നിങ്ങൾ എഴുതുമ്പോൾ അത് എഴുതണം. സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ബി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതണം. നോക്കിയേ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈ എലമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യുക മുഴുവനായിട്ടും. അപ്പോൾ എല്ലാം രണ്ട് എലമെൻറ്റ്സും 2 സെറ്റിലെ എലമെൻറ്റ്സ് എഴുതണം നിങ്ങൾ. അപ്പോൾ 1, 2, 3, 4 കഴിഞ്ഞാൽ ഇവിടെ 5 ഉണ്ട്, 5, 6, 7, 12. അത് മുഴുവനായിട്ടും ലിസ്റ്റ് എഴുതി 2 പ്രാവശ്യം വരുന്നത് എഴുതണ്ട. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, റെപ്പറ്റീഷൻ വേണ്ട. അപ്പോൾ ഇത് മുഴുവനായിട്ടും എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7, 12 എന്നെഴുതി. ഇത് തന്നെയല്ലേ നേരത്തെ കിട്ടിയത്? അതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഷോ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു എ യൂണിയൻ ബി. അത് കിട്ടിയല്ലോ. അതുകൊണ്ട് എന്തെന്ന് എഴുതാം? ഇതുപോലെ എഴുതി വെച്ചിട്ട് ആൻസർ ക്ലോസ് ചെയ്യാം. എഴുതുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സെറ്റ് എടുത്ത് എഴുതണം. എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ സെറ്റിന് ഇവിടെ എഴുതണം. ഞാനിവിടെ എഴുതിയിട്ടില്ല. അത് എക്സാമിന് നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ എഴുതി വേണം ചെയ്യാൻ. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലെറ്റ് യു ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 4, 5, 6, 7. അതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ഡാഷ്. അതിൽ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1 സെറ്റ് 1, 2, 3, 4, 2 സെറ്റ് 6, 7, 3 സെറ്റ് 1, 2 and 4 set 4. Question B, find a minus b and a dash. Question C, verify that a minus b equal to a intersection b dash. നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് യു എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? യു എന്താണ്? യു എന്നാൽ യൂണിവേഴ്സൽ സെറ്റ് എന്നാണ് പറയുക. യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് യു. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് റിലവൻറ്റ് ടു അവർ ക്വസ്റ്റ്യൻ. എന്തൊക്കെ ആണോ നമ്മൾ ചെയ്യേണ്ടിരുന്നത് അതിൻ്റെ എല്ലാം ഓവറോൾ എല്ലാം കൂടിയുള്ള സെറ്റിനെയാണ് എന്തെന്ന് പറയാം? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. അതായത് ഇതാണ് ഏറ്റവും വലിയ സെറ്റ്. അതിൻ്റെ സബ്സെറ്റ്സ് ആയിരിക്കും എന്ത്? ബാക്കിയെല്ലാം നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതൊക്കെ. അപ്പോൾ അതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. എല്ലാ എലമെൻറ്റ്സും, ഇപ്പോൾ ഇതിലേക്കുള്ള എല്ലാ എലമെൻറ്റ്സും എന്തിലുണ്ടാവും? യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? എ ഇൻ്റർസെക്ഷൻ ബി. എളുപ്പമല്ലേ? എയും ബിയും തന്നിട്ടുണ്ട്. നിങ്ങൾ സെറ്റ് എ ഈക്വൽ ടു ആൻസർ ചെയ്യുമ്പോൾ സെറ്റ് ഇവിടെ അത് ഓപ്ഷൻ ആയതുകൊണ്ട് അങ്ങനെ എഴുതണമെന്നില്ല. ആ ഓപ്ഷൻ മാത്രം എഴുതിയാൽ മതി. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അത്, ഇങ്ങനെ ഈ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതിന്. അപ്പോൾ എന്ത് ചെയ്യുക? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് നോക്കുക. ഏതാണ്? 1 ഇല്ല, 2 ഇല്ല, 3 ഇല്ല, 4 ഉണ്ട്. 4 മാത്രമാണുള്ളത്. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ സെറ്റ് 4. അതാണ് എന്ത്? ക്വസ്റ്റ്യൻ എയുടെ ആൻസർ. മനസ്സിലായല്ലോ? ഇനി
ക്വസ്റ്റ്യൻ ബി എന്താണ്? ഫൈൻഡ് എ മൈനസ് ബി ആൻഡ് എ ഡാഷ്. എ മൈനസ് ബി നമുക്കറിയാം എന്താണ്? എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും. അത് ഏതൊക്കെയാണ്? എ മൈനസ് ബി എന്ന് പറയുന്നത് സെറ്റ് 1 2 3 അതെന്താണ്? ബിയിലില്ല അല്ലേ? അപ്പോൾ എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും, അപ്പോൾ സെറ്റ് 1 2 3. ഇനി എന്താ? എ ഡാഷ്. എ ഡാഷ് പഠിക്കണം. ഇത് എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു എ ഇട്ടിട്ട് ഒരു ഡാഷ് ചെരിച്ചിട്ടിടുന്ന ഒരു വരെയാണ്. അതിന് വായിക്കുക എ കോംപ്ലിമെൻ്റ് എന്നാണ്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സെറ്റ് എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യു മൈനസ് എ ആണ്. യൂണിവേഴ്സൽ സെറ്റും എയും തമ്മിലുള്ള ഡിഫറൻസ്, അതാണെന്ത്? എ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എയിൽ ഇല്ലാത്തതും. അത് ഏതാണ്? എ ഡാഷ് എന്ന് പറയുന്നത് യു മൈനസ് എ, യുവിലുള്ളത് എയിലില്ലാത്തത്. അപ്പോൾ എയിൽ നോക്കിയേ, ഇവിടെ എന്തുണ്ട്? 5 ഇല്ല, 6 ഇല്ല, 7 8 9 ഇതൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ യുവിലുള്ളതുമാണ്. അതുകൊണ്ട് എന്ത് എഴുതി? എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് 5 6 7 8 9. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ സി എന്താണ്? വെരിഫൈ ദാറ്റ് എ മൈനസ് ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. നമുക്ക് എ മൈനസ് ബി നേരത്തെ കിട്ടിയല്ലേ? എ മൈനസ് ബി ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ ആയിരുന്നു. സെറ്റ് 1 2 3 എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ എ മൈനസ് ബി നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എന്ത് കാണണം? ഇനി എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കാണാം. അപ്പോൾ ബി ഡാഷ് ആദ്യം കാണണം, ബി കോംപ്ലിമെൻറ്റ് ആദ്യം കാണണം. എന്താണ് ബി കോംപ്ലിമെൻറ്റ്? യു മൈനസ് ബി അല്ലേ? യൂണിവേഴ്സൽ സെറ്റിലുള്ളത് ബിയിൽ ഇല്ലാത്തത്. യു മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതൊക്കെ ആയിരിക്കും? ബിയിലില്ലാത്തതും യുവിലുള്ളതും. ഈ 4 5 6 7 ഇതിൽ നിന്ന് മാറ്റുക, ബാക്കി എല്ലാതും എഴുതുക. അപ്പോൾ എന്ത് വരും? 1 2 3 8 9. ഇതാണ് എന്ത്? യു മൈനസ് ബി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ബി ഡാഷ് അല്ലെങ്കിൽ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യു മൈനസ് ബി ആണ്. എ ഡാഷ് അതല്ലെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യു മൈനസ് എ ആണ്. യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എയിലില്ലാത്തതും, യൂണിവേഴ്സൽ സെറ്റിലുള്ളതും ബിയിലില്ലാത്തതും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ബി ഡാഷ് കിട്ടി. ഇനി എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കാണണം. എന്താണ് ഇൻ്റർസെക്ഷൻ? നമുക്കറിയാം എയിലും ബി ഡാഷിലും കോമൺ ആയിട്ടുള്ളത്. എ എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്. ബി ഡാഷ് എന്ന് പറഞ്ഞത് 1 2 3 8 9. രണ്ടിലും 1 2 3 കോമൺ ആണ് അല്ലേ? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്തെന്ന് കിട്ടി? സെറ്റ് 1 2 3 എന്ന് കിട്ടി. ഇനി ഇത് തന്നെയല്ലേ നേരത്തെ കിട്ടിയ എ മൈനസ് ബി? കണ്ടില്ലേ? എ മൈനസ് ബി. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 വിച്ച് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി എന്ന് കിട്ടി. അപ്പോൾ പ്രൂവ് ആയില്ലേ? വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ദെർഫോർ എ മൈനസ് ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8, A equal to 2 4 6 8 and 2 4 8 and B equal to set 2 4 8. Then question A, write A dash and B dash, A complement and B complement, A complement and B complement. Question B, for the above sets A and B, prove that A union B whole dash is equal to A dash intersection B dash. C, check whether A intersection B whole dash equal to A dash union B dash. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും തന്നിട്ടുണ്ട്. ആദ്യം എ ഡാഷും ബി ഡാഷും കാണണം. നമുക്കറിയാം എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ അല്ലേ? യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എയിൽ ഇല്ലാത്തതും. അപ്പോൾ എ ഡാഷ് ഏതൊക്കെ വരിക? എയിലില്ലാത്തത് 2 4 6 8 ഇതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വരും. അപ്പോൾ 1 3 5 7 അതാണെന്ത്? എ ഡാഷ്. അതുപോലെ ബി ഡാഷോ? ഈ ബിയിൽ നിന്ന് ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഇത് മാറ്റിയാൽ പോരെ അല്ലേ? എന്താണ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ? യുയിലുള്ളതും ബിയിലില്ലാത്തതും. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ഈ 2 4 8 മാറ്റിയാൽ ബാക്കി എന്ത് വരും? 1 3 5 6 7 അതാണെന്ത്? ബി ഡാഷ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസറായി. എന്ത്? എ ഡാഷ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1 3 5 7, ബി ഡാഷ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1 3 5 6 7 ആയി. ഇനി ക്വസ്റ്റ്യൻ ബി എന്താ? ഫോർ ദി above sets A and B, prove that A union B whole dash is equal to A dash intersection B dash. ഈ A union B whole dash is equal to A dash intersection B dash എന്നുള്ളത് ഡി മോർഗൻസ് ലോ എന്നാണ് അറിയപ്പെടുന്നത്. ഡി മോർഗൻസ് ലോ.
അപ്പോൾ ഒന്ന് കാണാം. നമുക്ക് എ യൂണിയൻ ബി ഹോൾ ഡാഷ് കാണണമെങ്കിൽ ആദ്യം നമുക്ക് എ യൂണിയൻ ബി കാണണം അല്ലേ. എ യൂണിയൻ ബി എന്താണ്? ഇത് മുഴുവൻ എയും ബിയും. ഞാൻ എയും ബിയും ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങളത് എഴുതണം. ദേ ഇതാണ് എ, ഇത് ബി. അത് മുഴുവനായിട്ട് എഴുതുമ്പോൾ എന്തെഴുതും? 2 4 6 8. 2 4 6 8. കാരണം 2 4 8 ഇതിവിടെ ഉള്ളതുകൊണ്ട് നമ്മളത് ഒരുമിച്ച് എഴുതുമ്പോൾ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 2 4 6 8. എയിലും ബിയിലും ഉള്ള എലമെൻറ്റ്സ്. മനസ്സിലായല്ലോ? എലമെൻറ്റ്സ് ഐദർ ഇൻ എ ഓർ ഇൻ ബി, രണ്ടിലും കൂടിയിട്ടുള്ളത് മുഴുവനായിട്ടും എഴുതുക, റിപ്പീറ്റ് ചെയ്യേണ്ട. അപ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു 2 4 6 8 നീട്ടി. ഇനി അതിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുകൂടെ? എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിലുള്ളതും യുവിലുള്ളതും എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതും. അപ്പോൾ ഇത്രയും ഭാഗം ഇതിൽ നിന്ന് കുറയ്ക്കാം, ഇതിൽ നിന്ന് മാറ്റാം. ഈ 2 4 6 8 ഇതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു 1 3 5 7 എന്ന് കിട്ടും. ഇനി നോക്കിയേ, അപ്പോൾ എ യൂണിയൻ ബി ഹോൾ ഡാഷ് നമുക്ക് കിട്ടി. ഇനി റൈറ്റ് സൈഡ് കാണണം, എന്നിട്ടാണ് ഇത് ഈക്വലാന്ന് പ്രൂവ് ചെയ്യേണ്ടത്. എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കാണണം. അപ്പോൾ നമുക്ക് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കാണാം. ഇതാണ് എ ഡാഷ്, ഇത് ബി ഡാഷ് അല്ലേ. അപ്പോൾ ഇതേ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 3 5 7 എന്ന് കിട്ടി. അപ്പോൾ എന്തായി? ഇനി പ്രൂവ് ചെയ്തോട്ട് നോക്കാം. അത് തന്നെയല്ല നമുക്ക് എ യൂണിയൻ ബി ഹോൾ ഡാഷ് കിട്ടിയത് 1 3 5 7. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയി എന്ത്? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് കിട്ടി. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് കിട്ടി. ഇതെന്താണ്? ഡെ മോർഗൻസ് ലോ എന്നാണ് അറിയപ്പെടുക. പ്രൂവ് ചെയ്യേണ്ടതാണ്. നമ്മളിത് ഇപ്പോൾ ഇത് എക്സാമ്പിൾ തന്നിട്ട് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നോക്കിയേ, ചെക്ക് വെദർ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇതും എന്താണ്? ഡി മോർഗൻസ് ലോ ആണ്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാനാണ് പറയണേ, അത് ആവോ ഇല്ലേ എന്നാണ്. എന്ത് മനസ്സിലാക്കണം? ഉറപ്പായിട്ടും ഇതാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പ്രോബ്ലം തെറ്റിയതാണ്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ആണ്. അത് മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് നമുക്കത് കിട്ടണം, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കിട്ടണം. അപ്പം നോക്കാം, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് കാണണം. എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് സെറ്റ് 2 4 8 ആണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? യുയിലുള്ളതും എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്തതും. അപ്പോൾ ഈ 2 4 8നെ ഇതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു സെറ്റ് 1 3 5 6 7 എന്ന് കിട്ടും. അതാണ് എന്ത്? എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. അത് നമുക്ക് ഈ LHS കിട്ടി. ഇനി RHS എന്താ? എ ഡാഷ് യൂണിയൻ ബി ഡാഷ് അല്ലേ. നമുക്ക് എ ഡാഷും ബി ഡാഷും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ യൂണിയൻ എന്ന് നോക്കിയേ, ഒന്ന് മുഴുവനായിട്ട് ലിസ്റ്റ് ചെയ്തേ. അപ്പോൾ എന്ത് കിട്ടും? എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഈക്വൽ ടു 1 3 5 6 7. അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയത്. അപ്പോൾ എന്തായി? വെരിഫിക്കേഷൻ ഓക്കെ അല്ലേ. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 11 ആൻഡ് ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഇൻറ്റീജർ എക്സ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഇത് മാർച്ച് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എ, റൈറ്റ് സി is equal to A intersection B. Question B, find the number of subsets of C which has 3 elements. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് സി ഈക്വൽ, സി എന്ന് പറഞ്ഞ ഒരു സെറ്റ് എഴുതണം. ആ സി എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ് എന്ത്? സി. അപ്പോൾ നമ്മൾ ആദ്യം സി ആണ് എഴുതേണ്ടത്. അതിന് ആദ്യം നമ്മൾ എ ഒന്ന് ലിസ്റ്റ് ചെയ്യണ്ടേ? ഓക്കെ, ഇത് ഏത് ഫോമില അവർ പറഞ്ഞേക്കണേ? ഇവിടെ ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അതിനെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തേ. റോസ്റ്റർ മെത്തേഡിൽ എഴുതിയേ. എങ്ങനെയാണ്? സെറ്റ് എ ഈക്വൽ ടു 11 കുറവുള്ള പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2 3 5 7 പിന്നില്ല അല്ലേ. അപ്പോൾ അത് എഴുതി നമ്മൾ എ ഈക്വൽ ടു 2 3 5 7 എന്ന് എഴുതി. പ്രൈം നമ്പർ അറിയാമല്ലോ. ഈ 2 എന്ന് പറഞ്ഞ നമ്പറിന്
2ഉം 1ഉം ഒഴികെ വേറെ ഫാക്ടേഴ്സൊന്നും ഉണ്ടാവില്ല. പക്ഷേ 4 എന്താണ്? പ്രൈം നമ്പർ അല്ല, 4 കോമ്പോസിറ്റ് നമ്പറാണ്. കാരണം 4ന് 1 എന്നുള്ളത് ഫാക്ടറാണ്, 4 എന്നുള്ളതും ഫാക്ടറാണ്. പിന്നെന്താണ്? 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 2ഉം ഫാക്ടറാണ്. അതാണ് 4 കോമ്പോസിറ്റ് നമ്പർ ആവുന്നത്. 5നെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. 5 × 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 5 പ്രൈം നമ്പറാണ്. 6 അല്ല. എന്താ കാരണം? 6 3 × 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതുകൊണ്ടാണ് 11ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 3, 5, 7 എന്ന് എഴുതി. ഇനി എന്താ ബി? x is an integer such that 2 less than or equal to x less than or equal to 8. 2നും 8നും ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ്. പക്ഷേ ഇവിടെ ഈക്വൽ ഉണ്ട് അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ. അപ്പോൾ 2ഉം 8ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്താ എഴുതാം? 2, 3, 4, 5, 6, 7, 8 വരെ എഴുതാം. അപ്പോൾ എയും ബിയും കിട്ടിയാലോ? ഇനി സി കാണാൻ എളുപ്പമല്ലേ? സി എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻ്റർസെക്ഷൻ ബി ആണ് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു, ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള നോക്കിയേ, 2, 3, 5, 7. സിയുടെ ആൻസർ കിട്ടിയാലോ? ഇനി ക്വസ്റ്റ്യൻ ബി, ഫൈൻഡ് ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് സി വിച്ച് ഹാസ് 3 എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് സബ്സെറ്റ്സ് എന്താണെന്ന് അറിയണം. എന്താണ് സബ്സെറ്റ്സ്? ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. നോക്കി, എ ഈക്വൽ ടു സെറ്റ് 1, 2, ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3. നമ്മൾ പറയും എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റാന്ന് പറയും. അതെങ്ങനെ എഴുതാം? എ ഇട്ടിട്ട് ഇങ്ങനെ ഇടും. എ ബിയുടെ സബ്സെറ്റ്. ബി ആയിരിക്കും വലിയ സെറ്റ്. അതായത് അത് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്, എയിലുള്ള എല്ലാ എലമെൻസും ബി എന്ന് പറഞ്ഞ സെറ്റിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറയും എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞ് എ ഈക്വൽ ടു സെറ്റ് 1, 2 ആണെന്ന് കരുതാം. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നോക്കാം, സെറ്റ് 1 എന്നുള്ളത് ഈ 1, 2ൻ്റെ സബ്സെറ്റാണ്. കാരണം ഈ സെറ്റിലുള്ള എലമെൻറ്റ് ഇവിടെ ഉണ്ട്. ഇനി നോക്കിയേ, സെറ്റ് 2 എന്നുള്ളതും ഈ 1, 2 എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റാണ്. ഇനി നോക്കാട്ടോ, ഇങ്ങനെ എഴുതാം, ഇത് എം ടി സെറ്റാ, നൾ സെറ്റ്, ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അതെന്താണ്? ഈ എയുടെ സബ്സെറ്റാണ്. ഇനി നോക്കാം അടുത്തത്, ഈ സെറ്റ് 1, 2, അതേ സെറ്റ് അതിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ എത്ര എണ്ണമായി? 1, 2, 3, 4. 4 സബ്സെറ്റ് ഉണ്ട്. 2 എലമെൻ്റ് ഉള്ള ഒരു സെറ്റിന് 4 സബ്സെറ്റ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളടുത്ത് ഒരു സെറ്റിലെ എലമെൻറ്റ്സ് തരും, എന്നിട്ട് ചോദിക്കും ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ. എത്ര സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും ഈ എക്കെന്ന് ചോദിക്കും. ഇവിടെ എയിൽ 2 എലമെൻ്റ് ആണെങ്കിൽ എത്ര സബ്സെറ്റ് ഉണ്ട്? 4 സബ്സെറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ സബ്സെറ്റ് കാണാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണുമ്പോൾ നമ്മൾ 2n ഇങ്ങനെയാണ് ചെയ്യുക. ഈ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നോക്കി, 2 ഇവിടെ എത്ര എലമെൻ്റ് ഉണ്ട്? 2 എലമെൻ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ 2 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാൻ നോക്കാം, 2n. ഇവിടെ 2 എലമെൻ്റ് ഉള്ളത് കൊണ്ട് 2 വന്നു, 4 വന്നു. ഇതാണ് എന്ത്? സബ്സെറ്റ്സ് എന്നുള്ളത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് സി വിച്ച് ഹാസ് 3 എലമെൻറ്റ്സ്. സിയുടെ സബ്സെറ്റ്സ് എഴുതണം, അതിന് 3 എലമെൻറ്റ്സ് പാടുള്ളൂ. അപ്പോൾ ഏതൊക്കെ വരും നമുക്ക് നോക്കാം. സി എന്ന് പറഞ്ഞ സെറ്റ് ഇതാണ് അല്ലേ? 3 എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റ് മാത്രം എഴുതിയാൽ മതി. ശരിക്കും ഇവിടെ എത്ര സബ്സെറ്റ് ഉണ്ടാവും നോക്കിയേ? 1, 2, 3, 4. അപ്പോൾ 2n ആകുമ്പോൾ 2 വരും അല്ലേ? 2 എന്ന് പറഞ്ഞാൽ 16 സബ്സെറ്റ് കാണും അല്ലേ? 2 എന്ന് പറഞ്ഞാൽ 16 സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ 3 എലമെൻറ്റ്സ് ഉള്ളത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഒന്ന് വെറുതെ നോക്കി നോക്കി. അപ്പോൾ ഒന്ന് നോക്കി ഏതൊക്കെ ഉണ്ട്? സെറ്റ് 2, 3, 5 ഇതിൻ്റെ സബ്സെറ്റ്സ് ആണ്. ഇനി സെറ്റ് 2, 3, 7 3 എലമെൻറ്റുകൾ ഇതിൻ്റെ സബ്സെറ്റാണ്. ഇനി സെറ്റ്
3, 5, 7 അതും സബ്സെറ്റ്സ് ആണ്. ഇനി സെറ്റ് 2, 5, 7 2, 5, 7 ഇപ്പം 3 എലമെൻറ്റ്സ് ഉള്ള എത്ര സെറ്റായി? 1, 2, 3, 4. നിങ്ങളിങ്ങനെ ലിസ്റ്റ് ചെയ്യണമെന്നില്ല, ഇത് എഴുതിയാൽ മതി. ഇവിടെ എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് സി വിച്ച് ഹാസ് 3 എലമെൻറ്റ്സ്. എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തെന്ന് എഴുതാം? 4 എന്ന് ആൻസർ എഴുതാം. ഇതിൻ്റെ ആൻസർ എന്താണ്? 4 ആണ്. കാരണം 1, 2, 3, 4. മനസ്സിലായല്ലോ?